ലൂമൻസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ട്രിപ്പെന്ന് പറഞ്ഞാൽ ഊട്ടിയാണ്. ഇപ്പം സമയം 3 മണിയാറായി. ഞാൻ 2:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പം തിരുവാണിയൂരിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്. തിരുവാണിയൂർ സ്കൂളിൽ നിന്നാണ് നമുക്ക് ഊട്ടിയുള്ളത്. അപ്പം നമുക്ക് വഴിയിൽ നിന്ന് ബെന്നും എൽദോയും കയറുന്നുണ്ട്. ബെന്ന് കുറലങ്ങാട് നിന്ന് കയറും, എൽദോ പർവ്വതത്തിൽ കയറും. അപ്പോൾ അവരെയൊക്കെ എടുത്ത് നമ്മൾ നേരെ സ്കൂളിലേക്ക് ഇപ്പോൾ തിരിക്കുകയാണ്. ഇപ്പോൾ വഴിയിലുള്ള വീഡിയോകളൊക്കെ നമുക്ക് കാണാം, പരിചയപ്പെടാൻ വഴിയിലുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബെന്നെ വണ്ടി വന്ന് കയറി എൽദോപ്പിയെ പൊക്കാൻ വേണ്ടി മുമ്പോട്ടിരിക്കുകയാണ്. ചലഞ്ച് കഴിഞ്ഞു. നമുക്കിന്ന് എത്ര പിള്ളേർ കാണാമായിരിക്കും? ഇന്ന് മൊത്തം 34 പിള്ളേരും 4 സ്റ്റാഫും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് പട്ടിക്കാട്. സ്ഥലത്തിൻ്റെ പേര് മാത്രമേ പട്ടിക്കാട് എന്നുള്ളൂ. തൃശ്ശൂർ പട്ടിക്കാട് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് നേരെ ബ്ലാക്ക് തണ്ടറിൽ കൊണ്ട് കുട്ടികളെ ഇറക്കുന്നു. പിള്ളേർ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നേരെ അവിടെ നിന്നെടുത്ത് ഊട്ടി പോയി സ്റ്റേ ചെയ്യും. ഡിന്നറും കഴിച്ച് അവിടെ ഒരു നല്ല DJ ക്യാമ്പ് ഫയർ ഒക്കെ പറ്റുവാണെങ്കിൽ അത് തന്നെ കൊടുത്ത് അവിടെ കിടന്നു. ഊട്ടി ക്യാമ്പ് ഫയർ. നമ്മുടെ ഊട്ടിയിൽ ഊട്ടി സ്റ്റേ എന്ന് പറഞ്ഞാൽ ഊട്ടി മഹേഷിൻ്റെ അടുത്താണ്. ഫ്രാൻസ് ആൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പുള്ളിയൊക്കെ താന്നു പോകാനുള്ള സാധ്യത കൂടുതലല്ലേ? ഇനി അടുത്തത് നമ്മുടെ മെയിൻ അത് മെയിൻ കണ്ടക്ടർ കം ചെക്കർ കം മാനേജർ കം മണീഡിൻ്റെ സ്വന്തം എൽദോ അഥവാ ജ്യോതി സാർ. അതേ നിൽക്കുന്നു. ടൂർ പോകാൻ പിള്ളേർ നിൽക്കുന്നവരുണ്ടല്ലോ. സ്വാഗതം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ഇനി പോകേണ്ടത്? ഞങ്ങൾക്കറിയാമെങ്കിൽ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇറങ്ങാൻ നിൽക്കല്ലോ കേട്ടോ. കറക്റ്റായിട്ടുള്ള സ്ഥാനത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനാ ബ്ലോഗർ. ഈ ഊട്ടി ട്രിപ്പിന്റെ വീഡിയോ നമ്മൾ പൊളിക്കും അല്ലേ? അതെ. ചില അലവലാദികളുണ്ട്, സൗണ്ട് പോരാ, വീഡിയോയ്ക്ക് ക്ലാരിറ്റി പോരാ എന്നൊക്കെ പറയുന്നവർ എല്ലാവരും ഇന്ന് തോപ്പിച്ചേക്കുവാ. നല്ല സാറ് പാട്ടിട്ട് പുറത്തേക്ക് ഉള്ള പാട്ടുകൾ പുറത്തേട്ട് പോകും. ഇതെല്ലാം കൂടെ അപ്പം എൻ്റെ ഫോണിലേക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യും. എൻ്റെ ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം. ഇറക്കാം. അപ്പം നമ്മൾ പിള്ളേർ വണ്ടിയിലേക്ക് കയറാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, സ്കൂൾ വിട്ട് പിള്ളേർ ഓടി വണ്ടിയൊക്കെ നിൽക്കട്ടോ, ബാഗ് കയറ്റി വെക്കണ്ടേ? ഒരു ദിവസം പരിപാടി നിങ്ങളധികം ബാഗ് ആമോ ചെല്ലും. ചേട്ടാ വിളിക്കുന്നു. ടീച്ചറും കൂടെ പോരെ, ആവശ്യത്തിന് സ്ഥലമുണ്ട്. എല്ലാരും കയറി, ഇനി നമ്മളെ കയറാവുള്ളൂ. അപ്പൊ ശരി.
കണ്ടാലേ അവൻ ഇടയ്ക്കിടയ്ക്ക് ബാഗ് എടുക്കുന്നവൻ, അവൻ്റെ ബാഗ് അകത്ത് തന്നെ വെച്ചാൽ മതി. കോട്ടെ കോട്ടെ കോട്ടെ. നമുക്ക് ഫുഡ് പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ 7:30 അവിടെ ഫുഡ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ വരുന്ന വഴി പിള്ളേർക്കൊന്ന് ഫ്രഷ് ആകാനായിട്ടൊക്കെ ആയിട്ട് പാലിയേക്കരയിൽ നിർത്തി ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു അരമണിക്കൂർ അടുത്ത് ഓട്ടം കൂടെ ഉണ്ട് ഹോട്ടലിലേക്ക്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഹോട്ടലിലെത്തി. പിള്ളേരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഹോട്ടൽ. അധ്യാപകർക്കും ലെറ്റ്സ് എൻജോയ് ടൂർ പ്ലാനേഴ്സിന്റെയും ലൂമിനസ് ഹോളിഡേയ്സിന്റെയും സുപ്രഭാതം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എന്നാൽ ഇനി ബസ്സിന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവര് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നവര് ലെഫ്റ്റ് സൈഡിലേക്കും ഒന്ന് നോക്കി. കേരളത്തിലെ ആദ്യത്തെ തുരങ്കമായ കുതിരാൻ തുരങ്കത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ കഴിഞ്ഞ് നമ്മളിനി പാലക്കാടിലേക്ക് കടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മൾ പരമശിവന്റെ സ്വന്തം വാളയാർ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറി ഒരു 10:30 11 മണിക്ക് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ബ്ലാക്ക് തണ്ടറിൽ എത്തുന്നതായിരിക്കും. അവിടെ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് അതിമനോഹരമായ ആഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ കുറച്ച് ഫുഡ് കഴിച്ചത് ഉച്ചയ്ക്ക് അതിൻ്റെ കൂടെ തീർത്ത് കഴിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഫുഡിനുള്ള പേയ്മെൻറ്റ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുക. കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് പോയി ചോദിച്ചാണെങ്കിലും വയറ് നിറയെ കഴിക്കുക. എങ്ങനെയാണ് തുരങ്കമൊക്കെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇനിയിപ്പോൾ വാളയാറാകുമ്പോൾ കാണാം. കേരളത്തിൻ്റെ RTO ചെക്ക് പോസ്റ്റ്. നമ്മളപ്പോൾ ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറുവാണ്. വാളയാറാണ് സ്ഥലം. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കയറി പെർമിറ്റ് പതിപ്പിച്ച് നേരെ പോവുകയാണ്. അങ്ങനെ അവർക്ക് ചായ കുടിക്കാനുള്ള പൈസയും കൊടുത്ത് അവർ നമുക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. പൈസ ഇല്ല അവർക്ക്. പ്രായമായാലും അവിടെ ഇരിക്കുന്നത്. ശമ്പളം ഇല്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും ഡെയിലി വണ്ടി ഓടിക്കുന്നവരാണ്. അങ്ങനെ 200 രൂപ നമ്മുടെ ഇന്ന് പോയി. 200 ഒരു സീലിന് 200 രൂപയാണ് തമിഴ്നാട്ടിൽ. നമ്മൾ മേട്ടുപ്പാളയം ബ്ലാക്ക് തണ്ടറിലെത്തി. പിള്ളേരെയൊക്കെ ഇറക്കി വിട്ടു. ഇനി അവർ വരുമ്പോഴത്തേക്ക് ഒരു 6 മണിയൊക്കെ ആവും ഇവിടുന്ന് പോകാനായിട്ട്. മേളിലേക്ക് നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു. കോടയൊക്കെ ഉണ്ട് മലക്കല്ലിൻ്റെ മുകളിൽ. 28, 27 അങ്ങനെയൊക്കെ പോകട്ടെ. ഞാൻ ഇന്ത്യയിൽ നായർ. ഡ്രൈവർ അജിത് ചേട്ടൻ്റെ കല്യാണാലയാണ്. പെണ്ണ് വിളിച്ച് സംസാരിക്കുക. അത് മാട്രിമോണിയെന്നാണ് സംസാരിക്കുന്നത്. ഭയങ്കര സൊള്ളലാട്ടോ. നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ കിട്ടുന്നിടത്തുനിന്ന് കിട്ടിയാൽ പോലെ. ബില്ലൊന്നും അങ്ങനെ താല്പര്യമൊന്നുമില്ല. പുള്ളിയുടെ പേരൊക്കെ മാറ്റി, അപ്പൻ്റെ പേരൊക്കെ മാറ്റിയാട്ടോ പറയണേ. സത്യസന്ധമായിട്ടുള്ള പേരല്ല. അപ്പൻ്റെ ഇതിൻ്റെ പൈസ എത്രയാവും? നമുക്ക് ഇവിടെ 3500 രൂപയാണ് രജിസ്ട്രേഷന് ഡേറ്റ്. അതിലൊരു ഡിസ്കൗണ്ട് ചെയ്തിട്ട് തരും. ഇപ്പൊ നമ്മള് ഡേറ്റ് എടുത്തിട്ട് ചെയ്യുന്ന ആലോചനകൾ ഉണ്ടെങ്കിൽ തിരിച്ചു വിളിക്കും. അപ്പൊ ആ സമയത്ത് ചെയ്താൽ മതി. വീട്ടിൽ വേറെ ഒരാളും കൂടി ഇല്ലായിരുന്നോ? ആള് മരിച്ചുപോയി. ഇപ്പൊ മരിച്ചുപോയി. 5 മിനിറ്റ് മുമ്പായിരുന്നു. കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണോ? പുള്ളിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന്.
പുള്ളി ബാത്റൂമിൽ പോയി. ചേട്ടന്റെ വീട്ടുപേര് പറയാമോ? ആരുടെ? എൻ്റെയോ? അല്ല, ബെൻബർഗി. ഫ്ലാക്കത്തൊട്ടി. ഫ്ലാക്കത്തൊട്ടി. ഇങ്ങനെ തന്നെ പണി തരണം കേട്ടോ. അതേത് തൊട്ടി? അതെ, ഞങ്ങൾ ഒന്ന് വണ്ടി എടുക്കാൻ പോവാണ്. എന്ന് അത് കുറച്ച് കഴിഞ്ഞ് വിളിച്ചായോ? ഓക്കെ സാറേ. 3500 രൂപ. ചേട്ടനൊന്ന് ട്രൈ ചെയ്യാൻ മേലായിരുന്നു. ചേട്ടൻ ട്രൈ ചെയ്ത് ഇങ്ങനെ ആയത്. അപ്പം ട്രൈ ചെയ്ത് അവസാനം മാട്രിമോണിക്കാരിയെ തന്നെ സ്വന്തമാക്കാം. ചേട്ടൻ മര്യാദ എന്നോട് സംസാരിക്കാം. എനിക്ക് വന്നത് അത് അതിൻ്റെ പേര് ബിൻസിയോ ആൻസി എന്നെങ്ങാണ്ടായിരുന്നു. ഈ പ്ലാക്കിത്തൊട്ടി എവിടെ നിന്ന് കിട്ടി? പ്ലാക്കിത്തൊട്ടി എവിടെ നിന്ന് കിട്ടി? എൻ്റെ വീട്ടുകാർ വിളിക്കലുണ്ടോ? എന്നാ പറഞ്ഞു? മണികണ്ഠച്ചിറയോ? എൻ്റെ വായി തോന്നി ഞങ്ങൾ പറഞ്ഞു. ചോദിച്ചാലോ? ഒന്നും ചോദിച്ചാലോ? അതോ അതേ നമ്മളെന്തേലും പറയുന്നത്. നീ വണ്ടി ചാട്ടാക്കിക്കൊണ്ട് വാടാം, പീസ് അടിക്കിട്ട് പോയി. മുതലാളി പറഞ്ഞ വണ്ടി എപ്പോൾ സ്റ്റാർട്ടാക്കണം? എല്ലാം ഒന്നും എടുത്തോണ്ട് പോകാം. നമ്മൾ മേട്ടുപാടത്തെ പമ്പിൽ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മുടെ വണ്ടി 31,000 കിലോമീറ്ററായി. കിടന്നുറങ്ങിപ്പോയില്ല, നല്ല മഴയായിരുന്നു. ഞങ്ങൾ കിടന്നുറങ്ങിപ്പോയി. നമ്മൾ വിളിച്ച മാട്രിമോണിക്കാരിയെ നമ്മളെ വിളിച്ച മാട്രിമോണിക്കാരി എന്ന മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ. എന്നാ നോക്കി വെൽക്കം ടു ഇന്റിമേറ്റ് മാട്രിമോണി. പൈസ അയച്ചു കൊടുക്കാതിരിക്കും. എൻ്റെ രമേശ് ബാബു നമ്പർ അയച്ചു കൊടുക്കും. ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ വന്ന് ഇനി നേരെ ഊട്ടിക്ക് വണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയത്തിനോട് ബ്ലാക്ക് തണ്ടറിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഊട്ടിക്ക് കയറാൻ പോവുകയാണ്. നമുക്ക് പോകേണ്ട വഴി അതാണ്. ഇന്റർനാഷണൽ സ്കൂളും കഴിഞ്ഞ് മേട്ടുപ്പാളയം ടു ഊട്ടി ടോയ് ട്രെയിൻ യാത്രയുടെ പാളങ്ങൾ പാസ് ചെയ്ത് ഇനി ഏകദേശം ഒരു 45 കിലോമീറ്റർ. ഊട്ടി ചുരം. പിന്നെ 19 കിലോമീറ്റർ ഊട്ടിക്ക്. ഊട്ടിൽ വരെ ചെല്ലാനുള്ള വഴി ഇച്ചിരി ഇതുണ്ട്. ഊട്ടിൽ തന്നെ പെട്ടെന്ന് വണ്ടി കയറി ചെല്ലും. നല്ല വണ്ടി തിരക്കുണ്ടല്ലേ? ഊട്ടിയിൽ മഴ കാണുമായിരിക്കും. ആനേനെ കാട്ടുകുത്തിനെ കണ്ടില്ലെങ്കിലും കുരങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതെ അതെ അതെ, കുരങ്ങനും കുരങ്ങിയും. എൻ്റെ പിള്ളേരെ ഈ തോളയിൽ ആ കാലോ? അത് പറ. അതെ, ഈ തോള വെക്കണം. താഴെ 2 സ്റ്റൂള് വരുന്നുണ്ട്. ഈ തോളലല്ല, ഞാൻ ആ തോളൽ. പറഞ്ഞ കാര്യമില്ല. പോണം.
എനിക്ക് പോകണം, എനിക്ക് പോയിരിക്കാൻ പറ്റുമല്ലോ. വേണ്ട വേണ്ട. കൂണൂർ റെയിൽവേ സ്റ്റേഷൻ. കിലുക്ക സിനിമയിൽ ലവ് ഡേയിൽ മറ്റേ ഇതിൻ്റെ അകത്താണ് സമ്മറിൻ ബദലേമിൻ്റെ അകത്ത്. ഏത് കണ്ണാടിയാ? ആ ടിപ്പട്ടണം. അതെ, ഊട്ടിക്ക് ഇനി 2 കിലോമീറ്റർ മാത്രം. അതെ അതെ അതെ. ഇതുവഴി പോകാൻ നേരത്താ മറ്റേ ലവ് ഡേയിൽ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് അവിടെ നാളെ പോകണം. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. നമ്മളിവിടെ ഊട്ടിയിൽ സ്റ്റേ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ മഹേഷ് ഏട്ടൻ്റെ അടുത്താണ്. നമ്മുടെ വണ്ടിക്ക് സ്റ്റേയും അവിടെ തന്നെയാണ്, ഫുഡും അവിടെ തന്നെയാണ്. അപ്പം രാത്രിയിൽ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് സ്റ്റേ ചെയ്യുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സൈറ്റ് സീയിങ്ങിന് പോകുന്നു. എല്ലാവരും ഉറങ്ങുവാണോ? ഉറങ്ങുന്ന പിള്ളേർക്ക് ഫുഡ് കൊടുക്കണ്ടായിരിക്കും അല്ലേ ടീച്ചറെ? അപ്പം വാട്ടർ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് അവിടുന്ന് ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഊട്ടിയുടെ മറ്റൊരു പേരാണ് ഉദകമണ്ഡലം. നമ്മളിപ്പോൾ നേരെ പോകുന്നത് റൂമിലേക്കാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ അവിടെ തന്നെയായിരിക്കും നമ്മുടെ ഡിന്നർ. നമ്മൾ ഫസ്റ്റ് ഡിന്നർ കഴിക്കുന്നു. ഡിന്നർ കഴിച്ചതിന് ശേഷം ബസ്സിൽ വന്ന് ലഗേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നേരെ റൂമിലേക്ക് പോകും. ഇന്നത്തെ ഡിന്നർ കഞ്ഞിയും പയറും മതിയോ? അങ്ങനെയാണെങ്കിൽ ചപ്പാത്തി, പൊറോട്ട, ഗീ റൈസ്, ചിക്കൻ കറിയും കൂടെ കൊടുത്തേക്കാം. ചപ്പാത്തി, പൊറോട്ട, ഗീ റൈസ്, ചിക്കൻ കറി എല്ലാ ഐറ്റംസും ഉണ്ട്. നിങ്ങൾ വേറെ നിറയെ ആഹാരമൊക്കെ കഴിച്ച് വാട്ടർ ആക്ടിവിറ്റിയുടെ ക്ഷീണമൊക്കെ മാറ്റി നേരത്തെ ടീ ഫാക്ടറി, ബാക്കി നമ്മുടെ പറഞ്ഞിരിക്കുന്ന പോലെ ടീ ഫാക്ടറി, ബൊട്ടാനിക്കൽ ഗാർഡൻ, ഊട്ടി ലേക്ക്, ഷൂട്ടിംഗ് പോയിന്റ്, പൈൻ ഫോറസ്റ്റ് ഒക്കെ കണ്ടതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ ഞങ്ങളിവിടെ സോൾട്ട് ആൻഡ് പെപ്പർ മഹേഷ് ഏട്ടൻ്റെ സ്റ്റേയുടെ ഇവിടം വരെയായി. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഡിന്നർ വിഭവങ്ങളൊക്കെ കണ്ടെന്ന് പോവാം. ഫുഡൊക്കെ ഇഷ്ടമായോ? ഫുഡ് ഇഷ്ടമായോ?
ഫുഡ് ഇഷ്ടപ്പെട്ടോ? തണുപ്പ് കുറച്ച് കുറയ്ക്കണോ? ഫുഡ് വേണ്ടവർ പോയി കഴിച്ചു, വാങ്ങിച്ചോട്ടോ.